നമസ്കാരം, എല്ലാവർക്കും ആമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പൊട്ടറ്റോ വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട പൊട്ടറ്റോ സ്മൈലി ആണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. പൊട്ടറ്റോ സ്മൈലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 3 മീഡിയം സൈസിലുള്ള പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ വേവിച്ചതിന് ശേഷം അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് നല്ലപോലെ കൈക്ക് ഉടച്ചു വെച്ചിരിക്കുന്നതാണ്, ഒട്ടും കട്ടകളില്ലാതെ തന്നെ. അപ്പോൾ നിങ്ങളിത് മിക്സിയിലിട്ട് അടിക്കാൻ പാടില്ല കേട്ടോ. ചിലപ്പോൾ മിക്സിയിലിട്ട് അടിച്ചാൽ ഭയങ്കര പശ പോലെ ഒരു വെള്ളം പോലെ ഇരിക്കും. അപ്പോൾ കൈ കൊണ്ട് നല്ലപോലെ പൊടിച്ച് എടുത്തതാണ്. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടിയാണ് കേട്ടോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 5 ടേബിൾ സ്പൂണോളം ബ്രെഡ് ക്രംസ് ആണ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഇത് വാങ്ങാനും കിട്ടും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബ്രെഡ് ഒന്ന് പൊടിച്ചതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുക്കുന്നതാണ്. ഇതേപോലെ ഒരു തരി പോലെ ഒരു ക്രിസ്പിനെസ്സിൽ നമുക്ക് കിട്ടും. അതായത് ബ്രെഡിൽ വെള്ളമൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടും. നമ്മൾ റസ്കൊക്കെ പൊടിക്കുമ്പോൾ ഒരു ക്രിസ്പിനെസ് ഉണ്ടാവുമല്ലോ, ആ ഒരു പരുവത്തിൽ ആവുന്നത് വരയ്ക്കും നമ്മളിത് ചൂടാക്കി എടുക്കണം, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ബ്രെഡ് ക്രംസിൻ്റെ അളവ് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല, കാരണം ഓരോ പൊട്ടറ്റോയിലുള്ള വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ നമ്മൾ ഒരു 1/4 കപ്പോളം ഇങ്ങനെ രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം വെള്ളം കുറച്ച് കൂടുതൽ പോലെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്രെഡ് ക്രംസോ അതല്ലെങ്കിൽ കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. എപ്പോഴും നമ്മുടെ മാവ് ഒരു ഡ്രൈ ആയിട്ടിരിക്കണം. നമ്മൾ ചപ്പാത്തി മാവിൻ്റെ പരുവൊക്കെ ഉണ്ടല്ലോ, ആ പരുവത്തിലേക്ക് നമ്മുടെ പൊട്ടറ്റോൻ്റെ സ്മൈലിയുടെ മാവ് കൊണ്ടുവരണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ എരിവിന് ആവശ്യത്തിന് ഞാനൊരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുളക് പൊടിയും കുരുമുളക് പൊടിയും ഓപ്ഷണലാണ്, ചേർത്ത് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ കുട്ടികൾക്ക് എരിവ് ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് ഈ പൊടികൾ ഇടാതെയും കൊടുക്കാം കേട്ടോ. ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ പൊടി ഇട്ടാൽ കുറച്ച് എരിവുണ്ടാവും, അപ്പോൾ അത് വേണ്ടാത്തവർ അത് ഒഴിവാക്കാം. ഇനി ഇത് നല്ല പോലെ നമ്മൾ മിക്സാക്കി എടുക്കണം. ഒരു ചപ്പാത്തി മാവിൻ്റെ ഒക്കെ ഒരു പരുവത്തിൽ കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പൊടിയിൽ വെള്ളത്തിൻ്റെ അംശം കുറച്ച് കൂടുതൽ ഒന്നാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ബ്രെഡ് ക്രംസോ അതല്ലെങ്കിൽ കോൺഫ്ലവറിൻ്റെ പൊടിയോ ഇട്ട് കൊടുക്കുക. നമ്മൾ ഇതിലേക്ക് ഇങ്ങോട്ടും തന്നെ വെള്ളം ചേർക്കാനും പാടില്ല, നല്ല ഡ്രൈ ആയിട്ടിരിക്കണം നമ്മുടെ മാവ്. അപ്പോൾ ഇത് ഞാനങ്ങ് കുഴച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ നമ്മുടെ മാവ് ഞാൻ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് എക്സ്ട്രാ ഒരു 5 ടേബിൾ സ്പൂണും കൂടി ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കുഴയ്ക്കുന്ന സമയത്ത്. അപ്പോൾ മൊത്തത്തിൽ 10 ടേബിൾ സ്പൂൺ. ഇനി പൊട്ടറ്റോ സ്മൈലി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്നല്ലോ, അപ്പോൾ ഒന്ന് എളുപ്പത്തിൽ പരത്തി കിട്ടാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഇത്തിരി പൊടി ഇട്ട് കൊടുത്തത്. ഇനി ഇതിൻ്റെ നമ്മുടെ മാവിൽ നിന്ന് കുറച്ച് പോർഷൻ എടുത്തിട്ട് നമുക്കിതിലേക്ക് ഉണ്ടുരുട്ടി വെച്ചിട്ട് കുറച്ച് പൊടിയും കൂടി മുകളിലേക്ക് തൂക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഓരോന്നായിട്ടാണ് ഇത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മൊത്തം മാവ് അങ്ങ് പരത്തിയതിന് ശേഷം കട്ട് ചെയ്തെടുത്താലും മതിയാകും. അപ്പോൾ അത് നിങ്ങൾക്ക് ഏതാ സൗകര്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ പതുക്കെയാണ് കേട്ടോ ചെയ്യുന്നത്, ഒരുപാട് ശക്തിക്കല്ല, കുറച്ച് തിക്നെസ്സിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്ലാസ് എടുത്തിട്ട് നിങ്ങൾക്ക് വട്ടം എന്തോരം വേണം അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതാ കണ്ടില്ലേ, നമുക്ക് നല്ലപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സ്മൈലിക്ക് ആവശ്യമായിട്ടുള്ള കണ്ണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു സ്ട്രോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി വട്ടമുള്ള സ്ട്രോ നോക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതേപോലെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ വെച്ചിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ സ്മൈലിയുടെ കണ്ണ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ സ്മൈലി ആ ചുണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ടീസ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി പൊട്ടറ്റോ സ്മൈലി റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ മാവും വെച്ചിട്ട് നമുക്ക് അടിപൊളിയാക്കി എടുക്കാം. അപ്പോൾ അടിയിൽ കുറച്ച് പൊടിയുള്ളതാണോ നമുക്ക് ക്ലിയർ ആവാത്തത്. അപ്പോൾ ഇതാ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് തിക്നെസ് കുറവ് മതിയെങ്കിൽ അങ്ങനെയും എടുക്കാം, കൂടുതൽ വേണമെങ്കിൽ കുറച്ച് തിക്നെസ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഒരു മീഡിയം തിക്നെസ്സിൽ എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് തോന്നുന്നു. ബാക്കിയെല്ലാം നമുക്ക് പരത്തിയെടുക്കാം.
ഇപ്പോൾ ഇതാ നമ്മുടെ പൊട്ടറ്റോ സ്മൈലീസ് ഇവിടെ എല്ലാനും ഞാൻ ഇങ്ങനെ പരത്തിയെടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനൊരു അരമണിക്കൂർ നേരത്തേക്ക് ഈ പൊട്ടറ്റോ സ്മൈലീസ് ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട്. അതിന് ശേഷമാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ക്രിസ്പിനെസ് കിട്ടും. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പൊട്ടറ്റോ സ്മൈലീസ് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചിരുന്നു. ഒരു മീഡിയം ചൂടിൽ വേണം കേട്ടോ നമുക്ക് നമ്മുടെ ഓയിലിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഓരോ സ്മൈലീസ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാൻ അറ്റ് എ ടൈം ഒരു 4 എണ്ണം വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ മീഡിയം ചൂടിലാവാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എണ്ണയുടെ ചൂട് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം കേട്ടോ, അതും ശ്രദ്ധിക്കുക. എന്നിട്ട് ഇത് തിരിച്ച് മറിച്ചിട്ടിട്ട് ഒരു കളറ് ചേഞ്ച് ആവുന്നത് വരേക്കും ഇട്ടിട്ട് നല്ല ഫ്രൈ ചെയ്തെടുക്കുകയാണ് നല്ലത്. ആദ്യം തന്നെ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യുകയാണെങ്കിൽ ഇടുന്ന വഴിക്ക് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നമുക്ക് തിരിച്ച് മറിച്ചിട്ടിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഒരു ലൈറ്റ് ഗോൾഡ് നിറാവുന്നത് വരേക്കും. ഇപ്പോൾ ഇതാ നമ്മുടെ സ്മൈലീസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല കളറൊക്കെ മാറി നല്ല ലൈറ്റ് ഗോൾഡ് നിറത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കിത് കോരി മാറ്റാം. കണ്ടില്ലേ, ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ പൊട്ടറ്റോ സ്മൈലീസും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ബാക്കി എല്ലാനും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതാ എല്ലാ പൊട്ടറ്റോ സ്മൈലീസും ഞാൻ ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ പൊട്ടറ്റോ സ്മൈലീസ് ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കാം കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊട്ടറ്റോ സ്മൈലി ഉണ്ടാക്കുന്ന റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു.